ഓരോ രൂപ ചെലവാക്കുമ്പോഴും ഒരാളോട് ചോദിക്കണം എന്നുള്ളത് അടിമത്വമാണെങ്കിൽ കണ്ണീരും വേർപ്പും ഒഴുക്കി കഷ്ടപ്പെട്ട് സമ്പാദിച്ച പൈസ കുടുംബം, ഭാര്യ, കുട്ടികള്, വിദ്യാഭ്യാസം, ചികിത്സ, മരുന്ന്, കടന്നൊക്കെ പറഞ്ഞ് എല്ലാത്തിനും ചെലവാക്കി തനിക്ക് വേണ്ടി ഒരു രൂപ പോലും ചെലവാക്കാൻ കഴിയാത്ത ആണുങ്ങളും അടിമകൾ തന്നെയല്ല മാഡം. നിങ്ങൾ സമ്പാദിക്കുന്ന പൈസ എനിക്ക് ചെലവാക്കാൻ കഴിയുന്നില്ല എന്നുള്ള അവസ്ഥയെക്കാളും ഞാൻ സമ്പാദിക്കുന്ന പൈസ എനിക്ക് തന്നെ ചെലവാക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് എത്ര ഭീകരമായ അവസ്ഥയാണ് മാഡം. ഇതിലിപ്പോൾ ആണുങ്ങൾക്ക് എവിടെയാണ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉള്ളത്? വേറൊരു കാര്യം മാഡം, നാട്ടിലുള്ള രൂപയൊക്കെ ഒരേപോലെ തന്നെയാണ്. പക്ഷെ അത് സ്ത്രീകൾ സമ്പാദിക്കുമ്പോൾ മഹത്തായ നേട്ടവും പുരുഷന്മാർ സമ്പാദിക്കുമ്പോൾ അത് അവരുടെ കടമയായി മാറുന്നത് എങ്ങനെയാ? നിങ്ങളൊരു പുരുഷനാണ്, ഞാനൊരു സ്ത്രീയാണ്. നിങ്ങൾ എന്തിനാണ് എഴുന്നേറ്റ് എനിക്ക് ബസ്സിൽ സീറ്റ് തരുന്നത്? അവിടെ ഇരിക്കേ. നിങ്ങൾ ഞാൻ ഒരുപോലെയാണെന്ന് പറയുന്നിടത്താണ് മാഡം ഫെമിനിസം. നീ ഒരു പുരുഷനാണ്, ഞാനൊരു സ്ത്രീ ആയിട്ട് ഇവിടെ നിൽക്കുന്നു കണ്ടോ, എഴുന്നേക്ക്. അങ്ങനെ പറയുന്നത് സൂഡോ ഫെമിനിസം ആണ്. ഇവിടെ ഇപ്പൊ പുരുഷാധിപത്യവും സ്ത്രീ സമത്വവും തമ്മിൽ യാതൊരു വ്യത്യാസവും ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല യുവർ ഓണർ. ഒന്നാമത് ഈ കുടുംബജീവിതത്തിൽ 50-50 എന്ന് പറയുന്ന ആശയമേ നടക്കുന്നില്ല യുവർ ഓണർ. ഞാൻ കുക്ക് ചെയ്യാം, നീ പാത്രം കഴിക്കോ, ഞാൻ ഇഡ്ഡലി വെക്കാം, നീ ചട്നി അരക്കേ, ഇങ്ങനെയൊക്കെ പറയുന്നതിലല്ല മാഡം 50-50. ചില കാര്യങ്ങളിലൊക്കെ ഞാൻ 70 നീ 30 ഒക്കെ ആയെന്നിരിക്കും. എന്നാൽ മറ്റു ചില കാര്യങ്ങളിൽ നീ 70 ഞാൻ 30 ഒക്കെ ആവുന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് ബാലൻസ് ചെയ്ത് ജീവിക്കുന്നതിലാണ് മാഡം ശരിക്കുള്ള 50-50.